friends, welcome back to my channel Nachu Designz. ഞാൻ അസ്ന നസ്രീൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് വീവിംഗ് സ്റ്റിച്ച് ആണ്. നമുക്ക് ഈ സ്റ്റിച്ചിന് രണ്ട് കളർ ത്രെഡ് ആണ് വേണ്ടത്. ഇവിടെ ഒരു യെല്ലോയും ബ്രൗൺ ഷെയ്ഡും കളറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ടും 6 strands തന്നെയാണ് ത്രെഡ് എടുത്തത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ഒരു സൈഡ് ലീവ് ചെയ്തിട്ടിട്ട് ഒരു സൈഡ് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ ലൈൻസ് വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 11 ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. പിന്നെ രണ്ടെണ്ണത്തിന് സ്റ്റോപ്പിങ്ങിന് വേണ്ടി ഞാൻ അവിടെ ടോപ്പ് പോർഷനിലും ഡൗൺ പോർഷനിലും ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കണ ഈ 11 ലൈൻസും സെയിം ലെവലായിരിക്കണം, സെയിം അളവ്, സെയിം ഡിസ്റ്റൻസിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഞാൻ താഴത്തും മുകളിലൊരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ലൈനും വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു സ്ക്വയർ പോലെ സ്ക്വയറിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ലൈൻസ് വരച്ചിട്ടാണ്. അപ്പം ഈ സ്റ്റിച്ച് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുന്നതിനാണ് ഭംഗി. വിട്ട് ചെയ്താൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഫസ്റ്റ് ലെഫ്റ്റ് കോർണറിൻ്റെ പോയിന്റിൽ ഞാൻ കുത്തിയെടുത്തിട്ട് നേരെയുള്ള തൊട്ട് താഴത്തുള്ള പോയിന്റ് ലൈനിൻ്റെ ഏറ്റവും താഴത്തുള്ള ഡൗൺ കോർണറിലേക്ക് ഞാൻ കുത്തിയെടുത്തു. ഈ സ്റ്റിച്ചിന് ഇച്ചിരി കൂടി ഒരു തിക്നെസ് വരാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം കൂടിയും നമ്മളുടെ നീഡിൽ ത്രെഡ് എടുക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് ചെയ്തു. ഇനി അടുത്ത പോയിന്റിൽ കുത്താം. അതിൻ്റെ മുകളിലുള്ള പോയിന്റിലേക്ക് ഇപ്പോൾ താഴത്തു നിന്ന് മുകളിലേക്കാണ് എടുക്കുന്നത്. നമുക്ക് എപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ത്രെഡ് കുറേ വേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ ബാക്കിൽ ത്രെഡൊന്നും അധികം വേസ്റ്റ് ആവില്ല. വീണ്ടും അവിടെ 2 പ്രാവശ്യം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തു. ഞാൻ അവസാനം മുകളിലാണ് നിർത്തിയത്. അതുകൊണ്ട് ഞാൻ മുകളിൽ നിന്ന് തന്നെ എടുത്തു. നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ താഴത്തു നിന്നായിരിക്കും എടുക്കേണ്ടത്. അപ്പം നമ്മുടെ ത്രെഡ് വേസ്റ്റ് ആവില്ല അധികം. നമുക്ക് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് വരെ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു തിക്നെസ് തോന്നിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ബാസ്ക്കറ്റ് വീവിങ് ടൈറ്റായിട്ട് ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇച്ചിരി തിക്നെസ് ഉണ്ടെങ്കിലാണ് ആ സ്റ്റിച്ച് കാണാൻ ഭംഗിയുണ്ടാവും. ബാസ്ക്കറ്റ് വീവിങ്ങിൽ തന്നെ പല ടൈപ്സും വരുന്നുണ്ട്. ഇങ്ങനെ ടൈറ്റ്ലി ആയിട്ടുള്ളതും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബ്രൗൺ കളർ കാണുന്നതും അങ്ങനത്തെയൊക്കെ പല ടൈപ്സ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലൊരു ടൈപ്പാണ് ചെയ്യുന്നത്. ഈ ടൈപ്പിന് നമുക്ക് ഇച്ചിരി ടൈറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമുക്കൊരു തിക്നെസ്സിന് വേണ്ടി ഞാൻ ഇവിടെ 2 strands 2 പ്രാവശ്യം ഈ സ്റ്റെപ്പ് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്യാം. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അവസാനം ചെന്നിട്ട് ലൈക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യും വേണം കേട്ടോ. സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തു. ഇനി ഒരു പ്രാവശ്യം കൂടിയും എനിക്ക് ആ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതും കൂടിയും ചെയ്യാം നമുക്ക്.
നമുക്ക് അവിടെ കുത്തിയിട്ട് താരത്ത് കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്താൽ മതി. നമ്മൾ സ്റ്റിച്ച് ലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞ് പൂട്ടോ. നമ്മുടെ ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. നമുക്കപ്പോൾ ഇങ്ങനെ ലൈൻസ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ യെല്ലോ ത്രെഡ് ഈ ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എടുക്കലാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ നമ്മളുടെ റൈറ്റ് കോർണറിൽ, നമ്മുടെ സ്റ്റിച്ചിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഞാൻ ഇപ്പോൾ കുത്തുന്നത്. എന്നിട്ട് നമ്മളുടെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ താരത്തുകൂടെ, എന്നിട്ട് മുകളിൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഡൗൺ അപ്പ് അങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് നമ്മൾ സ്റ്റിച്ച് കൊണ്ടുപോകണം. താരത്തുകൂടെ മുകളിൽ കൂടെ കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ 3 സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ സ്റ്റിച്ച് താരത്ത്, പിന്നെ മുകളിൽ, താരത്ത് മുകളിൽ, അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് എടുത്തത്. നമ്മൾ ശ്രദ്ധിക്കണം, അത് മാറിപ്പോയാൽ നമ്മുടെ സ്റ്റിച്ച് കാണാൻ ഭംഗിയുണ്ടാവില്ല. നമുക്ക് ആ സ്റ്റിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകണം കേട്ടോ. അവിടെ കറക്റ്റ് നമുക്ക് ലെവലാക്കണം. നമ്മൾ അവസാനം എടുത്തത് താരത്ത് കൂടിയാണ്. നമ്മളിപ്പോൾ അവസാനം എടുത്തത് താരത്ത് കൂടിയാണ്. ഇനി നമ്മൾ മുകളിൽ കൂടിയാണ് അടുത്തത് എടുക്കാം. പിന്നെ താരത്ത് കൂടെ, മുകളിൽ കൂടെ എടുത്തിട്ട് താരത്തേക്ക്, മുകളിൽ കൂടെ താരത്ത്, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് അപ്പ് ഡൗൺ അങ്ങനത്തെ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ടൈറ്റ്ലി ആയിട്ടുള്ള ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ടൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് നമ്മുടെ സ്റ്റിച്ച്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ പിന്നെ ഇപ്പോൾ ടൈറ്റിൽ ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ നൂല് കറക്റ്റ് ഒന്ന് ഷേപ്പിൽ വെക്കുകയാണ്. കറക്റ്റ് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം. അപ്പോഴാണ് സ്റ്റിച്ച് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ അവസാനം എടുത്തത് മുകളിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ താരത്ത് കൂടെ എടുക്കണം. ചേഞ്ച് ചെയ്ത് നമ്മൾ പോവും. നമുക്കിതുപോലെ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളുടെ ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് അല്ല, ഡൗൺ പോർഷനാണ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ കംപ്ലീറ്റ് ആവും ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ച്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മുകളിൽ കൂടെ താരത്തൂടെ അങ്ങനെ തന്നെ കറക്റ്റ് വരണം. ഇല്ലെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണം താരത്ത് കൂടെ കയറി വന്ന് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ
സ്റ്റിച്ച് കാണാൻ ഭംഗിയുണ്ടാവില്ല, അവിടെ ഒരു വേറിട്ട് നിൽക്കും നമ്മുടെ സ്റ്റിച്ച്. നമ്മ എപ്പോഴും ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ സ്റ്റിച്ച് ഒരു സിമ്പിൾ സ്റ്റിച്ചാണ്, നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. നമ്മൾ ഈ സ്റ്റിച്ചെല്ലാം മുകളിൽ കൂടെ തന്നെയാണ് ചെയ്യുന്നത്, താരത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. വേറെ മെത്തേഡ് ബാസ്ക്കറ്റ് സ്റ്റിച്ച് നമുക്ക് താരത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ എന്നിട്ട് വീണ്ടും എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വേറെ മെത്തേഡാണ്, വേറെ ടൈപ്പ് ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ചാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ഈ ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ബാസ്ക്കറ്റിൽ ഇരിക്കണ പോലെയൊക്കെ വെച്ച് ഈ ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് അതിൽ ഫ്ലവേഴ്സിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്ത് വേറെ സ്റ്റിച്ചസൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മളുടെ കുർത്തയിലും നമ്മൾ ചുരിദാർ ടോപ്സിലൊക്കെ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മുടെ ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണ മുമ്പത്തെ സ്റ്റിച്ചിന്ന് താരത്തേക്ക് കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്താൽ മതി. നമ്മുടെ ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. അപ്പോൾ എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ ഓരോ വെറൈറ്റി സ്റ്റിച്ചസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.